നമ്മൾ വിശകലനങ്ങളിലേക്ക് കിടക്കുകയാണ്. ഒന്നാം ഘട്ടം പൂർത്തിയായി. രണ്ടാം ഘട്ടം എന്താകും? കെ സമദ് AIYF-ൽ നിന്ന്, വിജയ് ഇന്ദുചൂഡൻ കോൺഗ്രസിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിൽ നിന്ന്, ജിതിൻ ദേവ് BJP-യിൽ നിന്ന് എന്നിവരാണ് അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത്. 3 അതിഥികൾക്കും സ്വാഗതം. ആദ്യം ശ്രീ വിജയ് ഇന്ദുചൂഡൻ, ശശി തരൂരിനെ ഒരു RSS അനുകൂല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന എന്ന് പരസ്യമായും രഹസ്യമായും വ്യക്തമായിട്ടുള്ള ഒരു സംഘടനയുടെ പരിപാടിയിലേക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വിളിച്ചു. പക്ഷേ അത് ആ സമയത്തൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. ഇന്നിപ്പോൾ വിവാദമായതിനു ശേഷമാണ് അദ്ദേഹം അതിനെ തള്ളി പറഞ്ഞിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഫോക്കസ് മാറുന്നുണ്ടോ വിജയ്? അങ്ങനെ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഇതിനകത്ത് ആകെപ്പാടെ സംഭവിച്ചത് കാര്യമായിട്ട് എടുക്കേണ്ടത് തോന്നിയിട്ടുണ്ടാവാം. കാരണം RSSന്റെ അനുകൂലമായ ഒരു സംഘടന വന്ന് എന്തെങ്കിലുമൊക്കെ അവാർഡ് കൊടുക്കാമെന്ന് ആരോടെങ്കിലും അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു അവാർഡ് മേടിക്കുവാൻ പോകണോ വേണ്ടായോ എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെയാണ്. അതാരും ഞങ്ങളുടെ കോൺഗ്രസ് പ്രതിനിധികളും പ്രതിനിധീകരിക്കുന്ന ഒരാൾ പോലും ആ സംഘടനയുടെ അങ്ങനെയുള്ള സംഘടനകളുടെ അവാർഡ് വാങ്ങിക്കാൻ പോകില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്. അത് തന്നെയാണ് ശശി തരൂരിൻ്റെ നിലപാടും. ഇന്ന് മുഖ്യധാര മാധ്യമങ്ങൾക്കെല്ലാം മുൻപിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയുമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എന്താ? ഐ എം നോട്ട് ഹിയർ, ഐ എം നോട്ട് ഗോയിങ് ടു റിസീവ് ദാറ്റ് അവാർഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം മേടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ പറയുന്നത് കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും നിലപാടാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അങ്ങനെ ആരോപിക്കുമ്പോൾ, അങ്ങനെ ഈ പറയുന്ന CPM ബാക്കിയുള്ള സംഘടനയും ഒക്കെ ആരോപിക്കുമ്പോൾ ഈ പറയുന്ന RSSും BJPയുമായിട്ടുള്ള ബാന്ധവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ പൊതുസമൂഹമൊക്കെ കണ്ടതാണ്, വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ്. BJPയും RSS സംഘപരിവാർ സംഘടനകളുമായിട്ടുള്ള ഈ പറയുന്ന CPIMന്റെ ബന്ധം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 9.5 വർഷത്തെ ഭരണത്തിന് ആ ഭരണത്തിൽ നിന്ന് CPMും BJPയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വളരെ ക്ലിയർ ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിനെ ഈ നിലപാടുകളെല്ലാം വളരെ കർക്കശമായി എടുത്തിട്ടുള്ള RSS സംഘപരിവാർ സംഘടനകളുമായി ഒരു കോംപ്രമൈസും ഇല്ല എന്ന് ഞങ്ങളുടെ എല്ലാ നേതാക്കളും, ശശി തരൂർ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ, നിങ്ങൾ ഇന്ന് ബൈറ്റ് എടുത്തിട്ടുള്ള ഒട്ടുമിക്ക നേതാക്കളും എന്താണ് പറഞ്ഞത്? ഭൂരിഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ നേതാക്കളും പറഞ്ഞ ഒരേ ഒരു കാര്യം, ആ സംഘടനയുമായി ഈ പറയുന്ന വിദ്വേഷം പകർത്തുന്ന, ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, മതസ്പർദ്ധ വളർത്തുന്ന ഒരു സംഘടനയുമായി ഞങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള ബന്ധവുമില്ല. അവർ എന്തെങ്കിലുമൊക്കെ അവർക്ക് അനൗൺസ് ചെയ്യാം, അവർക്ക് വ്യക്തമാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ പരാതിയിൽ, യുവതി നൽകിയിട്ടുള്ള പരാതിയിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് അത് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം നൽകുന്നുണ്ടോ? ആശ്വാസത്തിന്റെ കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ പേരില്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതിയില്ലാത്ത ആൾ വന്നപ്പോൾ തന്നെ നിലപാടെടുത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലേ? അത് നമുക്കെല്ലാവർക്കും എവറിത്തിങ് ഈസ് ഇൻ ആൻഡ് ഔട്ട്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അന്ന് മുതലേ ഒരു ആരോപണം വന്നു. ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു. അങ്ങനെയുള്ള നിലപാടെടുത്ത ഒരു പാർട്ടിയാണ്, ഈ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിനകത്ത് ഇന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ പുറത്താക്കി. ഇന്ന് പാർട്ടിയിലുള്ള ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും എന്ത് വന്നാലും, ഇനിയും അദ്ദേഹത്തിൻ്റെ പുറത്ത് ആരോപണം വന്നാലും, ആരോപണം ഇനി ഇല്ലെങ്കിൽ പോലും അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. അതിനകത്ത് ആശ്വാസമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പാർട്ടിക്ക് വിയർക്കേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹം ഇന്ന് പാർട്ടിക്കാരനല്ല. വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു, പാർട്ടിയുടെ ഒരു മുന്നണി പോരാളിയായിരുന്നു, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമല്ല. സോ നിങ്ങൾ ചോദിക്കുന്നത് പോലെ എന്തെങ്കിലും ആശ്വാസം തരുന്നുണ്ടോ, ആശ്വാസം പകരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് ബാലിച്ചമായിട്ടുള്ള ചോദ്യം. അതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല. അങ്ങനെ ആശ്വാസം വേണോ എന്നുള്ളതൊന്നും. വരുന്നതിന് മുൻപ് ശ്രീ ജിതിൻ ദേവ്, ഇതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ്. രണ്ടാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. വടക്കൻ ജില്ലകൾ 7 ജില്ലകളാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് എവിടെയാണ് എത്തി നിൽക്കുന്നത്? BJP എവിടെയാണ് ആ ഫോക്കസിനെ പ്ലേസ് ചെയ്യുന്നത്? ജിതിൻ, ബില്ല് ഒരിക്കലും HRDS എന്ന് പറഞ്ഞ സംഘടന RSS അനുകൂല സംഘടനയല്ല. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. RSSൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടൊരു സംഘടനയൊന്നുമല്ല HRDS. RSSൽ NGOകൾ അങ്ങനെ അഫിലിയേറ്റ് ചെയ്ത് വരാറുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ വാദം തെറ്റാണ് എന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ വോട്ട് ചോദിച്ചത് വികസനത്തിനാണ്. നമ്മുടെ നാടിന് വികസനം ആവശ്യമുണ്ട്. ഒരു വികസിത കേരളം എന്നുള്ളത് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണമെങ്കിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ന് അനുഭവിക്കുന്ന വികസന മുരടിപ്പിന് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ
കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ BJP NDA ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായി പ്രൊജക്റ്റുകൾ തയ്യാറാക്കി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടെ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ വികസിത സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകാൻ BJPക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. വികസിത കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. പിന്നീട് ഈ ശബരിമലയും ഇപ്പോൾ സൂചിപ്പിച്ച പാലക്കാട് MLAയുടെ ലീലാവിലാസങ്ങളും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അതൊക്കെ ഈ രണ്ട് മുന്നണികൾക്കും തിരിച്ചടിയായി മാറും. ഇതെല്ലാം BJPക്ക് അനുകൂലമായിട്ട് മാറും. ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത് ഈ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് BJP കേരളത്തിലെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്ന ഒരു ശക്തിയായി മാറി എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. ആ സത്യത്തെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നോക്കൂ, CPMനെ സംബന്ധിച്ച് നമ്മൾ നോക്കൂ, ഇത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ശംഖും മെഴുകുതിരിയൊക്കെ അടയാളത്തിൽ മത്സരിക്കുന്ന സമയമാണ് CPMനെ സംബന്ധിച്ച്. അതായത് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യം CPMനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആരാണ് അവരുടെ നിലപാട് പറയുന്നത് ആർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഈ പാലക്കാട് MLAയുടെ വിഷയത്തിൽ തന്നെ സണ്ണി ജോസഫിൻ്റെ നിലപാടല്ല K മുരളീധരനുള്ളത്. K മുരളീധരനും VD സതീശനും പറയുന്ന നിലപാടല്ല സണ്ണി ജോസഫിനുള്ളത്. അടൂർ പ്രകാശിന് ഈ നിലപാടുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അപ്പോൾ ഈ ഒരു നിലപാടില്ലാത്ത കൂട്ട് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സംഘടനയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അപ്പോൾ ഇടതിന് വലത് ബദലല്ല, വലതിന് ബദൽ ഇടതല്ല എന്നുള്ള ചിന്തയിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു. BJP മുന്നോട്ട് വെക്കുന്ന വികസിത കേരളത്തിനെ ഇരു കൈ നീട്ടി ജനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. തെക്കൻ കേരളത്തിൽ ഇന്നലെ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ നടന്ന വീശിയടിച്ച താമരത്തരംഗം വടക്കൻ കേരളത്തിലും ഉണ്ടാവും. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും മൊത്തത്തിൽ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചും നമ്മൾ മലയാളികളെ സംബന്ധിച്ചും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ശരി, ഓക്കെ, ജിതിൻ ദേവ് തുടരുക. KK സമദ്, ഇപ്പോൾ രണ്ട് മുന്നണികളുടെയും പ്രതിനിധികൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും. ഭരണമുന്നണി എന്ന നിലയിൽ LDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് പോയിന്റ് എവിടെയാണ് നിർത്തുന്നത്? നാളെ 7 ജില്ലകൾ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ LDF ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പോലത്തെ വിവാദങ്ങളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വികസന നേട്ടങ്ങളാണോ LDF ചർച്ച ചെയ്യുന്നത്? നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ 9.5 കൊല്ലക്കാലം ഭരണത്തിലിരുന്ന ഒരു മുന്നണി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായി ആ മുന്നണി ചില പ്രതിരോധത്തിലാവുകയും പ്രതിപക്ഷവും മറ്റ് കക്ഷികളുമൊക്കെ ആ മുന്നണിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. നോക്കൂ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 9.5 കൊല്ലക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ഇടതു പാർട്ടികളുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ സജീവമായി പങ്കെടുത്ത് 9.5 കൊല്ലക്കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണി ആളുകളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി വോട്ട് വാങ്ങുകയും വോട്ടിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം പ്രതിരോധത്തിൽ പോകുന്ന, എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിൽ പോകുന്ന രാഷ്ട്രീയ പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2025. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. ഇവിടെ നിങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവന്ന 2 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ വിവാദത്തിനപ്പുറത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ സമഗ്രമായ മേഖലകളെ സ്പർശിച്ചു പോയ, കേരളത്തിലെ 3.5 കോടി മലയാളിയുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ സ്പർശിച്ചു പോയ നിരവധിയായ വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, ഈ പദ്ധതികൾ ഈ കേരളത്തിലെ മനുഷ്യരുടെ ഹൃദയത്തിൽ പതിഞ്ഞ പദ്ധതികളും ക്ഷേമ പദ്ധതികളുമെല്ലാമാണ്. അത് ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി അതുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ BJPയുടെ സുഹൃത്ത് പറഞ്ഞു, വികസനം വരണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ വലതുപക്ഷ ജനാധിപത്യ മുന്നണിയോ BJP വരണം എന്നാണ് അദ്ദേഹത്തിന്റെ ചർച്ചയുടെ ആകത്തുക. UP, ഉത്തർപ്രദേശിലും ബീഹാറിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലിരിക്കുന്ന നിരവധി മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ കണക്കിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് അംഗീകാരങ്ങളും അവാർഡുകളും കേന്ദ്ര ഗവൺമെന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ വികസന പദ്ധതികളിൽ, ക്ഷേമ പദ്ധതികളിൽ, വികസന നീതി ആയോഗിന്റെ 2 വർഷത്തിലൊരിക്കൽ കൊണ്ടുവരുന്ന നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം 1-ാം സ്ഥാനത്താണ്. എത്രയോ അവാർഡുകളാണ് ആരോഗ്യരംഗത്ത് കേരളത്തിന് ലഭിച്ചത്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല. കൃത്യമായി കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധങ്ങളായ അവാർഡുകൾ വാങ്ങിയ ഒരു ഗവൺമെന്റാണ്. BJPയുടെ ഗവൺമെന്റിനല്ലല്ലോ കൊണ്ടുപോയി കൊടുത്തത്.
മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ കേരളം രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ശരി, അത്തരം വികസന നേട്ടങ്ങൾ പറയുമ്പോൾ ശ്രീ KK സമദ് ആ വികസന നേട്ടങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ നിങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നായിട്ടുള്ള CPIM-ന്റെ ഇപ്പോഴും നേതാവായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള A. പത്മകുമാർ മുഖ്യപ്രതിയായി ജയിലിൽ കിടക്കുന്ന സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ശബരിമലയിലെ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് കോൺഗ്രസും BJPയും ഒരേപോലെ ആരോപിക്കുന്ന കേസ് അടക്കം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകില്ലേ നാട്ടുകാർ വോട്ട് ചോദിച്ചെത്തുമ്പോൾ? അതുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? പത്മകുമാർ കിടക്കുന്നത് ജയിലിലാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും ഒക്കെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നോക്കൂ, ക്രൈം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഈവിളാണ്, ഒരു സാമൂഹ്യ തിന്മയാണ്. കുറ്റകൃത്യങ്ങൾ നാട്ടിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകാറുണ്ട്. ആ കുറ്റകൃത്യങ്ങളോട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെടുന്ന മുന്നണികൾ, അത് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഭരണപക്ഷം എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കവർച്ചകളും ഉണ്ടായിട്ടില്ലേ? ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, സമയം കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട്. ഈ കാലഘട്ടം കേരളത്തിനകത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ശബരിമലയിലെ സ്വർണ്ണക്കള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്മകുമാർ CPM നേതാവാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആക്ഷേപമല്ലല്ലോ. പത്മകുമാർ കിടക്കുന്നത് ജയിലിലാണല്ലോ. ഇത് ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ്, BJP അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം കേരളത്തിനകത്ത് ഉണ്ടാവുമോ? സോഷ്യൽ ഈവിൾ, ഒരു ക്രൈം എന്ന് പറയുന്നത്, കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനകത്തുണ്ടാകും. ആ കുറ്റകൃത്യങ്ങളോട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനമെന്ത്? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന സമീപനമെന്ത്? മുന്നണികൾ സ്വീകരിക്കുന്ന സമീപനമെന്ത്? കേരളത്തിൽ 9.5 കൊല്ലക്കാലത്ത് നിരവധിയായ കുറ്റകൃത്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ, അതിലെ പ്രതികളെ പിടിക്കുന്നത് ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെന്റ്, അതിന്റെ പ്രോസിക്യൂഷൻ വിങ്, അതിന്റെ പോലീസ് കാണിക്കുന്ന ജാഗ്രതയും ആ ശ്രമവും ജനങ്ങളുടെ മുമ്പിലുണ്ട്. അദ്ദേഹം പുറത്താണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. ശരി, അപ്പോൾ അതിന് വ്യക്തമാണ്. വിജയ് ഇന്ദുചൂടനിലേക്ക് വരുന്നതിന് മുൻപ് BJP പ്രതിനിധി ജിതിൻ ദേവിലേക്കാണ്. ജിതിൻ, ഇപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറയുന്നതിന് മുന്നോടിയായി തന്നെ നോക്കൂ, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഇടതുപക്ഷ പ്രതിനിധി നമ്മളോട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളം നിരവധി കാര്യങ്ങളിൽ പിന്നോട്ടാണ് എന്ന് BJP ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുമ്പോഴും നിങ്ങളുടെ തന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ അവാർഡുകൾ വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന്, വിദ്യാഭ്യാസ രംഗത്തിന്. പിന്നെ ഇങ്ങനെ ചെയ്തിട്ട്, നിങ്ങളുടെ തന്നെ ഒരു സർക്കാർ ബോഡി അത് ചെയ്തിട്ട് നിങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ എതിർക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ബിനിലെ, ഈ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മൊത്തം അവകാശികളായിട്ട് ഈ CPM മാറുന്നത് വളരെ അപഹാസ്യമാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന വികസനം അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യം ജനങ്ങൾക്കുണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ്. അവരുടെ പങ്കാളിത്തം, അവരുടെ ഈ കാര്യത്തിലുള്ള പങ്ക് മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളുടെ നിലയല്ല UPയിലെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. UP പെർഫോം ചെയ്യാത്ത ഏറ്റവും ലോ പെർഫോമറായിട്ടുള്ള കാലഘട്ടമായിരുന്നു 2010 മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ. 2018 പെർഫോമർ എന്നുള്ളൊരു സാഹചര്യത്തിലെങ്കിലും SGB ഇൻഡെക്സിനകത്ത് UP വന്നു തുടങ്ങിയത്. നോക്കൂ, ഇന്ന് BJP ഭരിക്കുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ആ AIYFന്റെ നേതാവ് അദ്ദേഹം ഇടയ്ക്കൊക്കെ ഒന്ന് ഉത്തരേന്ത്യയിലൊക്കെ പോകണം. എത്രയോ വ്യത്യാസമുണ്ടായി. എത്രയോ മാധ്യമപ്രവർത്തകർ ഈ ബീഹാർ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് വളരെ മാറ്റമാണ് ബീഹാറിൽ നിന്നും, ഇതേപോലുള്ള മാറ്റം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് ഇനി ശരിയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെയും ഈ ബീഹാറും UP ഒക്കെ BJP തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് അവർ സമാധാനത്തോടെ ജീവിക്കുന്നതിൻ്റെ കാരണം BJP ഭരിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ നമ്പർ 1 ശബരിമല സ്വർണ്ണക്കടത്തിൽ നിങ്ങൾ നമ്പർ 1 ആണ്, അത് അംഗീകരിക്കണം. കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർ മരിക്കുന്നതിൽ നിങ്ങൾ നമ്പർ 1 ആണ്. മരുന്ന് സപ്ലൈ ചെയ്ത, അതായത് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപരിയുള്ള ഉപകരണങ്ങൾ സപ്ലൈ ചെയ്തവർ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതിൽ നിങ്ങൾ നമ്പർ 1 ആണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുരടിപ്പും വലിയ വെല്ലുവിളികളുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, അതിൽ കാര്യത്തിൽ നിങ്ങൾ നമ്പർ 1 ആണ്. വലിയ ഒരു ഇത് തദ്ദേശ ഇലക്ഷനാണല്ലോ, ഒരു തദ്ദേശ സ്ഥാപനത്തിലും സ്വന്തം നിലയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടില്ല. ഇവർ കിഫ്ബി എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നുണ്ടാക്കി വെച്ചതിന് ശേഷം കേരളത്തിൻ്റെ അടിസ്ഥാന റോഡുകൾ, കേരളത്തിൻ്റെ ഗ്രാമീണ റോഡുകൾ പണിയുന്നില്ല. ആകെ എന്തെങ്കിലുമൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്ന കിഫ്ബി ചില സ്കൂൾ കെട്ടിടവും മറ്റതൊക്കെ
പണിതിനപ്പുറത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഇല്ല. കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. ജൽജീവൻ മിഷൻ വഴി സൗജന്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കണക്ഷനുകൾ, ആ കണക്ഷനുകളിൽ ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് പിന്തുണലാണ്. ഇവർ പറഞ്ഞല്ലോ ആരോഗ്യ കേരളത്തെ സംബന്ധിച്ച് ഇന്ന് ഇവർ പേര് മാറ്റി ആരോഗ്യമന്ത്രി ആക്കിയ ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഹെൽത്ത് ഗ്രാൻഡിലാണ് പ്രവർത്തിക്കുന്നത്. സംബന്ധം ഡേറ്റ നിർദ്ദേശിച്ച് പരിശോധിച്ച് നോക്കൂ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അല്ലാതെ ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന വിഹിതമായി ലഭിക്കുന്ന തുക നിങ്ങൾ PFMS അവൈലബിൾ ആണല്ലോ, നിങ്ങൾ ഓരോ ഡേറ്റ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഒന്നും നടക്കുന്നില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഇലക്ഷൻ ആവുന്ന സമയത്ത് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ഷേമ പെൻഷൻ കൂട്ടും, അടുത്ത ഇലക്ഷൻ വരെ നിങ്ങളത് കൊടുക്കും, വീണ്ടും അത് മുടക്കിയിടും, കുറേ കാലം അങ്ങനെ മുടങ്ങിപ്പോവും, വീണ്ടും ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നിങ്ങളത് വീണ്ടും കൂട്ടും. ഇതാണ് നിങ്ങളുടെ കഴിഞ്ഞ കുറേ 10 വർഷമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന PR എക്സസൈസ്. പിന്നെ അതീവ ദാരിദ്ര്യമില്ലെന്ന് പറഞ്ഞിട്ട് ചില ഗിമിക്സുകളൊക്കെ കാണിച്ച് ഉള്ള പത്രങ്ങളിലും ചാനലുകളിലൊക്കെ പരസ്യം കൊടുത്ത് അതിൻ്റെ പുറത്ത് കാട്ടിക്കൂട്ടുന്ന ചില വേലത്തരങ്ങൾ അല്ലാതെ മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പരാജയപ്പെട്ട ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. വിജയൻ എന്ന പേരേ ഉള്ളൂ, പരാജയപ്പെട്ട ഭരണകൂടമാണ് കേരളം. ശ്രീ വിജയ് ഇന്ദുചൂടൻ, ഇപ്പോൾ രണ്ട് മുന്നണിയുടെയും പ്രതിനിധികൾ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. നോക്കൂ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർത്തിക്കൊണ്ടുവരുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയതും ഇന്ന് അങ്ങ് പറഞ്ഞതും ഈ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഇടത് പ്രതിനിധികൾ അതിനെ പ്രതിരോധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രധാനമായി ഉയർത്തിക്കാട്ടുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിഷയദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണോ ഇത്തരം വിഷയങ്ങളിലേക്ക് മാത്രം കോൺഗ്രസ് ഒതുങ്ങി പോകുന്നത് എന്ന ഒരു പരാമർശം കൂടി ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിഷയദാരിദ്ര്യം ഉണ്ടോ, അല്ലെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് ആയി ഈ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാട്ടാൻ വിഷയങ്ങൾ നിങ്ങൾക്കില്ലേ? ആദ്യം തന്നെ ഈ CPIയുടെ പ്രതിനിധി പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നുകയാണ്. കാരണം PM അടക്കമുള്ള ഈ പറയുന്ന RSS സംഘപരിവാറിൻ്റെ ഒരു സംവിധാനം ഒപ്പിട്ടത് പോലും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ സംഘടന അറിഞ്ഞിട്ടില്ല. പക്ഷേ BJPയുമായിട്ടുള്ള നിലപാടിനെയൊക്കെ CPI പരസ്യമായി എതിർക്കുന്നുണ്ട്, അവരുടെ മുഖപത്രത്തിലൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും പരസ്യമായി അത് പറയുവാൻ ഇവർക്ക് ആംപിയർ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഒന്ന്, ഇവർക്ക് അവരെ എതിർക്കാം, പക്ഷേ പിണറായി വിജയനെ പിണക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ പാർട്ടിക്കകത്ത്. അപ്പോൾ ഇവിടെ ബാക്കി വന്നിരുന്ന പിന്നെ CPIൻ്റെ പ്രതിനിധി ഇങ്ങനെ കരയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഈ ശബരിമലയെക്കുറിച്ച് വാചാലനാകുന്ന CPIയുടെ പ്രതിനിധിയെക്കുറിച്ച് ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. M പത്മകുമാർ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന കോന്നി നിയമസഭാ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA, എൻ്റെ ജില്ലയാണ്. അദ്ദേഹം ഇന്ന് കാണണമെങ്കിൽ ജയിലിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയിലെ സ്വർണം കട്ടതിന് ഒരു N വാസുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട്, ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പത്മകുമാർ അടക്കമുള്ള ആളുകൾ ദ്വാരപാലക ശില്പങ്ങളും സ്വർണ്ണത്തളികയും സ്വർണവും ഒക്കെ കട്ടുമോട്ടിച്ചത്, വിലമതിക്കാനാകാത്ത സ്വർണമൊക്കെ കട്ടുമോട്ടിച്ചതിനാണ് അവർ ജയിലിൽ കിടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരാണ് ജയിലിൽ കിടക്കുന്നത്. അതെല്ലാം പോട്ടെ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ദൈവതുല്യനായിട്ടുള്ള ഒരു ആളുണ്ടെന്ന്. ആ അന്വേഷണം എന്തായി? ദൈവതുല്യനിലേക്ക് ചെന്നോ? കാരണഭൂതനിലേക്ക് ചെന്നോ? ഒന്നുമില്ലല്ലോ. അദ്ദേഹം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഈ സർക്കാരിൻ്റെ ഇന്നത്തെ നിലപാടെന്താ? M മുകേഷ് എവിടെയാണ്? ഗണേഷ് കുമാർ എവിടെയാണ്? P ശശി എവിടെയാണ്? പഴയ ജോസ് തെറ്റയിലിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഇങ്ങനെ പറയുമ്പോൾ CPIഎമ്മിൻ്റെ വിഷയദാരിദ്ര്യം ആർക്കാണ് ഉള്ളത്? ഏത് വിഷയദാരിദ്ര്യം? ആരോഗ്യ കേരളം നമ്പർ 1 ആണെന്ന് പറയാൻ നാണമില്ലേ അദ്ദേഹത്തിന്? ഇവിടെ വന്നിരുന്നു കൊണ്ട് ആരോഗ്യ കേരളം നാഴികയ്ക്ക് 40 വട്ടം ഇവരങ്ങ് പറയുകയാണ് ആരോഗ്യ കേരളം നമ്പർ 1 ആണെന്ന്. ഈ പറഞ്ഞല്ലോ BJPയുടെ പ്രതിനിധി അടക്കം പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന പോലെ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചത് നമ്മൾ മറന്നുപോയോ? എന്തിനാണ്? രോഗദുരിത ബാധിതരായിട്ടാണ് ചില ആളുകൾ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഇവർ മരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ശുചിമുറിയിലേക്കൊക്കെ ഒന്ന് പോയപ്പോൾ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കേണ്ട ഗതികേട് അമ്മയ്ക്കുണ്ടായി എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്താണ്. ഈ പറയുന്ന രോഗികൾ ഒരു സർക്കാർ ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കുവാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് ഈ സർക്കാർ ആശുപത്രികളിലേക്കൊക്കെ ഭൂരിഭാഗം ആളുകളും പോകുന്നത്. അവിടെ ചെന്നാൽ സൂചിയില്ല, പഞ്ഞിയില്ല, മരുന്നില്ല, ഓപ്പറേഷനുള്ള ഉപകരണങ്ങളില്ല. ആരോഗ്യ കേരളം എവിടെയാണ് നമ്പർ 1? എൻ്റെ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ്, മന്ത്രിയാണ് വീണ ജോർജ്. നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർ പറയുന്നുണ്ടല്ലോ ആരോഗ്യ കേരളം നമ്പർ 1 ആണെന്ന്. എത്രയോ വീഴ്ചകളുടെ ഒരു വലിയ നിര തന്നെ നമ്മളുടെ മുന്നിലുണ്ട്. അതാണോ ആരോഗ്യ കേരളം നമ്പർ 1? അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് എത്രയോ, എൻ്റെ ജില്ലയിൽ നിന്നാണ് നവീൻ ബാബു എന്ന് പറയുന്ന CPIഎമ്മിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ളൊരു മനുഷ്യൻ, 2 പെൺകുഞ്ഞുങ്ങളുടെ ആ ഭാര്യയുടെ അത്താണിയായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. അവരുടെ ആ കുടുംബം ഇന്നും കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. ഈ പറയുന്ന തദ്ദേശ വികസന ഫണ്ട് കൊടുക്കുവാനില്ല
ഈ കേരളം മുച്ചോട് മുടിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണെന്ന് ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ 1,10,00,000 രൂപ മുടക്കി കാർ എടുക്കാൻ മുഖ്യമന്ത്രിക്ക് പൈസയുണ്ട്. ആ പൈസ എവിടുന്നാണ്? നാണമില്ലേ മുഖ്യമന്ത്രി കാർ എടുക്കുന്നുണ്ടെന്നും കുഴപ്പമില്ല. പക്ഷേ ആ കേരളം ഇന്നത്തെ അവസ്ഥയിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ CPIയുടെ പ്രതിനിധി വന്നിരുന്ന ശരി സമത, അതിന് മറുപടി പറയാം. CPIക്ക് വിയോജിപ്പുള്ള വിഷയങ്ങളിൽ പോലും മുന്നണിയുടെ പേരിൽ അല്ലെങ്കിൽ അധികാരത്തിന്റെ പേരിൽ CPIM-നോട് ചേർന്ന് നിൽക്കേണ്ടി വരുന്ന ഗതികേടുണ്ടോ അങ്ങയുടെ പാർട്ടിക്ക് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം. നോക്കൂ, ഈ ചർച്ചയിൽ ഏറ്റവും രസകരമായ ഒരു സംഗതി, ഞാൻ കരയുന്നതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നമ്മൾ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഞാൻ അതിന്റെ ഫാക്ടിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഞാൻ ചർച്ചയിൽ കരയുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയുടെയും BJPയുടെ പ്രതിനിധിയുടെയും രണ്ട് സുഹൃത്തുക്കളുടെയും ശബ്ദം ഒരേപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ആളുകൾ തിരിച്ചറിയും. നോക്കൂ, കേരളത്തിനകത്ത് ഞാൻ BJPയുടെ സുഹൃത്തുക്കളോട് ഇരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, BJPയും തമ്മിലുള്ള ബന്ധം. ഹലോ, പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. ഞാനൊന്ന് പറഞ്ഞു വിടാനാക്കട്ടെ. ഞാൻ താങ്കളുടെ സംസാരിച്ച് ഇടപെട്ടില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞു വിടാനാക്കട്ടെ. ഞാൻ എന്റെ ചർച്ചയിൽ പറഞ്ഞു BJP ഭരണം വികസനത്തിനൊന്ന് പറഞ്ഞ് BJP പ്രതിനിധിയുടെ ചർച്ചയ്ക്ക് കൃത്യമായി നിങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തില്ല, രാജ്യത്തിനകത്ത് നീതി ആയോഗിന്റെ അവാർഡുകൾ ഉൾപ്പെടെ, ഞാനതിന്റെ വിശദാംശങ്ങളില്ല, രാജ്യത്ത് എണ്ണി പറഞ്ഞ നേരമെടുക്കോളം പറയാണ്ട്. UDF-ന്റെ പ്രതിനിധി 5 കൊല്ലക്കാലം ഭരിച്ചല്ലോ. UDF-ന്റെ പ്രതിനിധി ഞാനൊന്ന് കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ സമത് പറയുന്നത് കേൾക്കാം. നോക്കൂ, 5 കൊല്ലക്കാലം എനിക്ക് കേൾക്കാം. 32 ലക്ഷം മനുഷ്യർക്കാണ് UDF ഈ കേരളത്തിനകത്ത് പെൻഷൻ കൊടുത്തത്, 9,000 കോടി രൂപ. 9 കൊല്ലക്കാലം കൊണ്ട് 62 ലക്ഷം മനുഷ്യർക്ക് 72,000 കോടി പെൻഷൻ വിതരണം ചെയ്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. രാജ്യത്താകമാനം നടക്കുന്ന PSC നിയമങ്ങളുടെ 42% നിയമനവും കേരളത്തിലാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസികൾ അംഗീകരിക്കുന്ന കേരളത്തിലെ PSC നിയമനം, ഈ കേരളത്തിലെ ദേശീയപാത വികസനം, മലയോര പാതയുമായി ബന്ധപ്പെട്ട വികസനം, മെട്രോ ജലപാതയുമായി ബന്ധപ്പെട്ട വികസനം, കേരളത്തിലെ തീരദേശ പാതയുമായി ബന്ധപ്പെട്ട വികസനം, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടപെടൽ, കേരളത്തിലെ പൈപ്പ് ലൈൻ ഗ്യാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടപെടൽ, കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് ഈ രാജ്യത്ത് ഏറ്റവും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന 9.5 കൊല്ലക്കാലം വർഗീയ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ പറ്റി നമുക്കറിയാം. 6,000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ആ സംസ്ഥാന സെക്രട്ടറിയെ പറ്റി താങ്കൾ പറയൂ. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട 6,000 കോടിയുടെ അഴിമതി ഉന്നയിച്ച ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി താങ്കൾ സംസാരിച്ച് ഇടപെട്ടതേ ഇല്ല. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, കേരളത്തിനകത്ത് 9.5 നോക്കൂ, നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുന്നതൊന്ന് സമാധാനപരമായി കേൾക്കൂ. കേരളത്തിനകത്ത് 9.5 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പദ്ധതികളെ വിമർശിക്കുക എന്നതിനപ്പുറത്തേക്ക് UDF-ന്റെ രാഷ്ട്രീയ നിലപാട് എന്താ കേരളത്തിനകത്ത്? ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേരളത്തിൽ 980-കളിൽ ഇടത് രാഷ്ട്രീയവും വലത് രാഷ്ട്രീയവുമായി കേരളത്തിന്റെ മുന്നണിക്കകത്ത് മാറ്റം വന്നതിന് ശേഷം UDF കേരളത്തിനകത്ത് അധികാരത്തിലിരുന്നിട്ടുണ്ടല്ലോ. ഏതെങ്കിലും പ്രത്യേകമായ വിഭാഗങ്ങളിലേക്ക് നിങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് നിങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് നിങ്ങൾ കുടിശ്ശികയില്ലാതെ പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ടോ? 80-ൽ നായനാർ ഗവൺമെന്റിന്റെ കാലം മുതൽ തുടങ്ങി വിവിധങ്ങളായ ജനവിഭാഗങ്ങളിലേക്ക് പെൻഷൻ നീട്ടി നൽകിയ, വിഭാഗങ്ങളിലേക്ക് വർദ്ധിപ്പിച്ച് നൽകിയ മുന്നണി കേരളത്തിൽ LDF-ന്റെ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്തെ കേരളത്തിനകത്ത് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തെ കേരളത്തിനകത്ത് പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ 2,000 രൂപയായി കേരളത്തിൽ LDF-ന്റെ ഗവൺമെന്റ് അത് വർദ്ധിപ്പിച്ചു. വീട്ടമ്മമാർ ലോകത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് കേരളത്തിലെ വീട്ടകങ്ങളിൽ അധ്വാനിക്കുന്ന വീട്ടമ്മമാരുടെ നെറ്റിത്തടത്തിൽ പൊടിയുന്ന വിയർപ്പിന് വിലയുണ്ടെന്ന് കണ്ട മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും ഉദാത്തമായ ആശയത്തെ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി സ്വീകരിച്ച ഗവൺമെന്റ് കാര്യം പറയുമ്പോ ആശാ വർക്കർമാരെയും കൂടെ നിങ്ങളൊന്ന് കരുതണം സാർ. ആശാ വർക്കർമാരെയും കൂടെ നിങ്ങളൊന്ന് കരുതാമായിരുന്നു. ഏകദേശം 100-200 ദിവസം ആ വെയിലും മഴയും എല്ലാം അവഗണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്ത ആ വിഭാഗത്തിന്റെ പേരാണ് ആശാ വർക്കർമാർ. നിങ്ങളിതൊന്നും പറയരുത്. ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ, അനേക ലക്ഷം ആളുകൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് സുഹൃത്തെ, താങ്കൾ എനിക്ക് പറഞ്ഞോളൂ. അല്ല, നമുക്ക് പോലും ഇവിടെ BJPക്ക് ആഡ് ചെയ്യാൻ എന്താണ് ഉള്ളത്
യഥാർത്ഥത്തിൽ ഇവിടെ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് പറയുന്നു CPI-യും BJP-യും തമ്മിലാണ് ബന്ധമുള്ളത്. BJP അല്ലെങ്കിൽ CPI-യും അല്ലെങ്കിൽ LDF പറയുന്നു BJP-യും കോൺഗ്രസും തമ്മിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് ബന്ധമുള്ളത്. നേരെ തിരിച്ചും പറയുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ ബന്ധത്തിനൊരു കരുവാക്കി നിർത്തുകയാണോ ഈ രണ്ട് മുന്നണികളും? ബിരിലെ ഇത് ഇവർ ഈ പറഞ്ഞതുപോലെ വാളയാർ അതിർത്തി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭായി അല്ല. ഇത് ആർക്കറിയാൻ വയ്യാത്തത്? CPI-യുടെ അഖിലേന്ത്യാ സെക്രട്ടറി ചായ കുടിക്കാൻ പോകുന്നത് പിന്നെ ഡൽഹിയിൽ പിന്നെ ഈ പറഞ്ഞ ഇവരുടെ ഓഫീസിലാണ്, കോൺഗ്രസിൻ്റെ ഓഫീസിലാണ് ചായ കുടിക്കാൻ പോകുന്നത്. ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പോയിരിക്കുന്ന ആളുടെ പാർട്ടിയുടെ നേതാവാണ് ഈ പറഞ്ഞ പോലെ സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള പോലീസ് മേധാവി. ജിതിൻ പറഞ്ഞോളൂ. അജിത് കുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് മേധാവിയുടെ ബന്ധമൊക്കെ നമുക്കറിയാം. അജിത് കുമാർ എന്ന് പറയുന്ന അല്ല വിജയ് എന്താണ് വിജയ് ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള മരുന്നാണ്. നിങ്ങൾ ആ CPI-യുടെ ആൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയുന്നതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയട്ടെ. ജിതിൻ പറയും. സഖ്യത്തിന്റെ ഭാഗമല്ലേ CPI? നിങ്ങളുടെ സഖ്യത്തിലില്ലേ വിജയ്? അല്ല വിജയ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലേ CPI? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെന്ന് വെറുതെ എന്തെങ്കിലും ഇരുന്ന് പറയല്ലേ? നിങ്ങളുടെ സഖ്യത്തിന്റെ ഭാഗമല്ലേ CPI? പിന്നെ വെറുതെ പറയും. ഇതാണ് സാഹചര്യം. പിന്നെ ഇവിടെ CPI-യുടെ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ: ഒന്ന്, ദേശീയപാത എന്തുകൊണ്ട് യാഥാർത്ഥ്യമായി എന്നറിയാം. 2, ഗെയിൽ പൈപ്പ് ലൈൻ എന്തുകൊണ്ട് യാഥാർത്ഥ്യമെന്ന് അറിയാം. 3, വിഴിഞ്ഞം ടെർമിനൽ എന്തുകൊണ്ട് യാഥാർത്ഥ്യമെന്നറിയാം. ആരോഗ്യ രംഗത്ത് ഇപ്പോൾ എന്തോ പറഞ്ഞു. എവിടെയാണ് ആരോഗ്യ രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു, കേരള ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നുള്ളത് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഒന്നിലും നമ്പർ 1 അല്ല. നിങ്ങൾ PR വർക്കിൽ നമ്പർ 1 ആണ്, അല്ലാതെ നിങ്ങൾ ഒരു കാര്യത്തിലും നമ്പർ 1 അല്ല. നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെ ഇലക്ഷൻ വന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, പാലക്കാട് MLA ചർച്ചയാക്കും. അവര് സ്വർണ്ണക്കളത്തിന്റെ പേര് പറഞ്ഞിട്ട് CPM ആണ് അത് ചെയ്തത് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഈ രണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് വികസനം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസിത കേരളം എന്നുള്ളൊരു ചർച്ചയാണ്. കേരളത്തിന് വികസനം ആവശ്യമാണ്. കേരളത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ, കുറെ നേരം കൊണ്ട് അങ്ങ് പറയുന്നുണ്ട് നീതി ആയോഗ് വിളിച്ച അവാർഡൊന്നും. ഏത് അവാർഡാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഒന്ന് കാണിച്ചു തരും എനിക്ക്. നിങ്ങൾക്ക് ആകെ കിട്ടിയുള്ള പിണറായി വിജയൻ. ശരി, നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടുതൽ വരും ദിവസങ്ങളിലും കടക്കേണ്ടതുണ്ട്. എന്തായാലും നാളെ 7 ജില്ലകൾ വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ നാളെ ജനവിധി എഴുതും. ഇതെല്ലാം ചർച്ചയാകും എന്നുള്ളതാണ് പാർട്ടി മുന്നണിയുടെ പ്രതിനിധികൾ നമ്മളോട് പങ്കുവെക്കുന്നത്.